എത്ര പെട്ടെന്ന് വാ, കൊതിയായിട്ട് വയ്യ എനിക്ക്. അവൾ വന്ന ആദ്യം വൈപ്പിനി കൊണ്ടുപോകണം, വൈപ്പിൻ വഴി ഫോട്ടോ വെച്ച് ബീച്ച്, അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ്, താല്പര്യമാണ് ഒരു സിനിമയ്ക്ക് കൂടെ പോകണം. നീ എന്തോ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എടാ ഒരു ചെറിയ പരിപാടി സെറ്റായി വരുമായിരുന്നേ, അപ്പോൾ അത് ഒരു അല്ല നീ എന്നെ പതറി പോയിരിക്കുക. എന്തോ ഒരു പെണ്ണിങ്ങോട്ട് വരുന്നുണ്ട്. അതല്ലേ എനിക്കറിയാം, ഞാൻ ആ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുത്തേ, ഇപ്പൊ വരും. എടാ 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 ദാരിദ്ര്യം പിടിച്ചവനെ, അവൾ എനിക്ക് പണി തരാനാണ് ഇങ്ങോട്ട് വരുന്നത്. നീ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു നോക്ക്. ഇവിടെ എന്ത് പണി തരാൻ? മറ്റേ ചാറ്റൊക്കെ ഞാൻ ചെയ്ത് ഇപ്പൊ തല്ലല്ലേ. അവൾ ഇങ്ങോട്ടാ വരുന്നത്, അവൾ എന്നെ പൊക്കാനാ വരുന്നതെന്ന്. ചേട്ടാ എന്നാ പൊക്കാനേ, നീ എന്തോ ഈ കിടന്ന് പേടിക്കുന്നേ? അവൾ എന്റെ ഭാര്യയുടെ കൂടെ ഇത് ജനിച്ചൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ? അവക്ക് എന്റെ ഭാര്യ അറിയാം, അവക്കടെ കൂട്ടുകാരിയാണ് എന്റെ ഭാര്യ. ശരിക്കും എന്റെ ജീവിതം മുടിഞ്ഞു. അപ്പൊ എന്റെ വഴി തെളിഞ്ഞു. അല്ല ഉള്ള പെണ്ണുങ്ങളൊക്കെ നിന്റെ പുറകെ നടക്കുമല്ലോ, എനിക്കെന്തെങ്കിലും വേണ്ടേ? ബാക്കി എന്താന്ന് വെച്ചാ പറ, ഞാനിപ്പോ എന്നാ വേണ്ടേ? എന്നെ നീ രക്ഷിക്കണം. എടാ ഈ ലോകത്ത് നിന്നെ ആര് രക്ഷിച്ചില്ലേലും നിന്നെ ഞാൻ രക്ഷിക്കും. എൻ്റെ ആവശ്യകാലത്ത് കുളങ്ങന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നീയാ. നീ മുത്തല്ലടാ, തങ്കവാ തങ്കം. നീ അതിൻ്റെ എങ്ങനെയാലും ഒരു പ്ലാൻ ചെയ്യും. ഞാൻ ഡീൽ ചെയ്ത് തരാം, പേടിക്കണ്ട. എടാ എൻ്റെ ഭാര്യയെ ഞാൻ ഡീൽ ചെയ്യുന്ന ആളാ. ഇത് ബാക്കി ഈ ലോകത്ത് മറ്റുള്ളവരൊക്കെ എനിക്ക് പുല്ലാടാ പുല്ല്. ഞാൻ ഡീൽ ചെയ്ത് തരാം, ഞാൻ ഏറ്റ്. അത് ശരിയാ, ആ പെണ്ണുമ്പിള്ള ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ലോകത്തുള്ള ആരാ ഡീൽ ചെയ്യാം? ഞാൻ ഏറ്റ്, പേടിക്കണ്ട, എല്ലാം ഞാൻ പിന്നെ അല്ല ആര് വന്നാലും കയറ്റി വിടത്തില്ല. എന്നെ ക്രോസ് ചെയ്ത് പോയാൽ മതി. എൻ്റെ നൻപൻ്റെ ഇതാ എനിക്ക് പ്രധാനം. സാറേ കഥ പറയാനായിട്ട്. കഥ എന്നോട് പറഞ്ഞോ? അല്ല സാറ് സുബ്ബു സാറിനെയൊക്കെ കാണാം. എന്താണ് കാര്യം? അല്ല കഥ പറയാനായിട്ടായിരുന്നു, ഞാൻ 1-2 വട്ടം വന്നിരുന്നു. എടാ നീ ഭൂമിയിൽ നടക്കുന്ന കഥയൊന്നും പറയത്തില്ലല്ലോ, നീ മറ്റേ ആകാശത്തും പ്ലാനറ്റൊക്കെ അല്ലേ നിന്റെ മനസ്സിലുള്ളത്. എടാ ഇവിടുത്തെ മനുഷ്യർക്ക് അതൊന്നും വേണ്ട. സാർ ഇത് നല്ല കഥ സാറാ, 100 കോടി ഉറപ്പാ. അതിപ്പോൾ സിനിമയുടെ പുറകെ നടക്കുന്ന എല്ലാവരുടെ വായിലും വരുന്ന ഡയലോഗാ. വേറെ പിടി. എന്നാൽ 1000 കോടി അല്ല വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 500 കോടി. എടാ കോടിയൊന്നും അല്ല, നീ വേറെ വല്ലതും പറ. സാറേ ഇത് അടിപൊളി കഥ സാറേ. സാറേ ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് നോക്കി, അങ്ങോട്ട് നോക്കി. നീ എന്തോ നീ ഷേവ് ചെയ്യാൻ പോകണം? അല്ല സാറേ, ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, 25 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവാർഡ് ഉറപ്പാ. ഇപ്രാവശ്യം മമ്മൂട്ടിക്ക് കിട്ടും ഇനിയിപ്പോൾ ഡൗട്ടാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് കിട്ടും. പിന്നെ തമിഴ് കുറച്ച് ഡയലോഗ് കാര്യങ്ങൾ മെയിനായിട്ട് പറയണ്ട. ஐயோ எனக்கு தமிழ் தெரியும், நான் தமிழன், நான் படித்தது வளர்ந்தது எல்லாமே சென்னையில். ஆமா சொல்லுங்க സാർ. ഇതിൽ പിന്നെ നല്ല സീനുകളൊക്കെ സാറിനുണ്ട്. പിന്നെ ഒരു നായികയല്ല, നായിക പോലത്തെ ഒരു നായിക സാറിനുണ്ട് ഇതിൽ. ஆமா ஆமா எனக்கு அது மாதிரி இந்த லவ் சாங்லாம் வேணும். ലവ് സോങ് ഒക്കെ ഉണ്ട്. സ്വിറ്റ്സർലാൻഡ് വരെ ഒന്നും പോകാൻ പറ്റില്ല സാറേ, ബഡ്ജറ്റ് കുറച്ച് കുറയ്ക്കും. ഊട്ടി വരാം, കുറച്ച് ഫോർട്ട് കൊച്ചിയിലാതെ എടുങ്ങയ്യാ. ഫോർട്ട് കൊച്ചി ഓക്കെയാണ് സാറേ. ഓക്കെ അപ്പൊ സുബ്ബു സാറിനൊന്ന് കാണാനായിട്ട്. സാർ ഞാൻ റോൾ കൺഫേമാ? കൺഫേം സാർ. ഇത് നടന്നു കഴിഞ്ഞാൽ സാറിന് പിന്നെ സാറിന് എങ്ങനെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഷൂട്ടിനൊക്കെ വാങ്ങുന്നത്? நான் லேக்ஸ் கணக்கில் தான் வாங்குறது. അതിപ്പോ நீங்க அதெல்லாம் பார்த்து கொடுங்க. ഓക്കെ സാർ, എല്ലാം ഞാൻ അവിടെ പറഞ്ഞ് ശരിയാക്കാം. അതൊന്ന് പോയി പറഞ്ഞോട്ടെ. போங்க. ഓക്കെ താങ്ക് യു. நான் எதனா ஒர்க் அவுட்லாம் பண்ணி 6 பேக் அந்த மாதிரி எதனா പൊട്ടിക്ക് കുറച്ചോ? ഇപ്പൊ ഞാൻ സുബ്ബു സാറിനെ കണ്ടേ. நீங்க போங்க. ഓക്കെ செகண்ட் ரூம். ഓക്കെ ரைட். ഓക്കെ സാർ വന്നോട്ടെ. ശരിക്കും സുബ്ബു സാറല്ലേ? ഞാൻ എന്തോ ചൈനീസ് ആപ്പാന്നോ എനിക്ക് ക്ലോൺ ഉണ്ടാകാൻ വേണ്ടി? അല്ല അന്ന് വന്നപ്പോഴേ വേറെ ആരെയോ കണ്ടത്, ഒരു പെട്ടത്തല കേട്ട് സുബ്ബു എന്ന് പറഞ്ഞത്. പക്ഷെ നല്ല സാമ്പാറിന് ഓണുണ്ടായിരുന്നു. അത് അവിടുത്തെ പാചകക്കാരൻ നമ്മുടെ വീട്ടിലെ ദേവസ്യ തോന്നിക്ക് അപ്പോഴേ തോന്നി. എന്താ പറഞ്ഞാല് അയാൾ ഗെറ്റ് ഔട്ട് അടിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വന്നത്. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ആളെല്ലാന്ന്. തിരുമാലി. സാറേ അപ്പം ഞാൻ കഥ പറഞ്ഞു തുടങ്ങട്ടെ. പറ. ഞാൻ ഒരു വട്ടം ഒന്ന് പറഞ്ഞാണ്, അത് ആൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ സാറിന് മനസ്സിലാവും. അതാണ് കഥ. എൻ്റെ കഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്പേസ് ഷിപ്പിലൊക്കെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതായത് 2 ഭൂമിയുണ്ട്. ഇപ്പോൾ നമ്മൾ പാരലായിട്ട് നല്ല 2 കഥ നടക്കുമല്ലോ. ഇപ്പോൾ സാറിന് കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ കഥ? സാർ കഥ ശ്രദ്ധിക്കുന്നുണ്ടോ? ആരാ? അല്ല കഥ ശ്രദ്ധിക്കുന്നുണ്ടോ? കഥ എനിക്കറിയാമല്ലോ. മറ്റേ ഇവിടുന്ന് ഈ ഞാൻ എപ്പോഴും ഇടത്തെ ചെവിന്ന് കേൾക്കത്തുള്ളൂ, വലത്തെ ചെവി അടച്ചു വെച്ചേക്കുമല്ലോ. അതുകൊണ്ട് നീ കഥ പറഞ്ഞു, ഞാൻ സ്റ്റോറി ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. ഇതിലിപ്പോൾ നമുക്ക് ഏലിയനൊക്കെ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ തന്നെ ഏലിയൻ പൂരം നടത്തുന്നുണ്ട്. ഏലമേ? അതെ. അതിൻ്റെ ഇടയിൽ കുറച്ച് വഴക്കുണ്ടാവുന്നു. ഏലിയന് പഴം കൊടുക്കാൻ പോകുമ്പോഴാണ് അവിടെ അടി ഉണ്ടാവുന്നത്. അതാണ് കഥ വരുന്നത്. പഴം അപ്പം പാളന്തോടം മേടിക്കേണ്ടി വരത്തില്ലേ? പാളന്തോടം അതിപ്പോൾ ഏത് പഴയായാലും കുഴപ്പമില്ല സാറേ, നമുക്ക് ചെറുപഴം ആയാലും കുഴപ്പമില്ല. അപ്പം ഈ ഒരു സമയത്ത് എന്താ പറയുക, അവിടെ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നീ ഏതെങ്കിലും ചാനലിലായിരുന്ന പണ്ട് പണിക്കിരുന്നുണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഇടക്കിടക്ക് ചോദിക്കുന്നില്ല. നീ കാര്യം പറഞ്ഞു പോടേ. അപ്പോൾ സാറേ നമുക്ക് കഥ വരുന്നത് ഒരു കാർത്തിക വിളക്കിൻ്റെ അന്നാണ് വരുന്നത്. അന്ന് ഏലിയൻ പൂരത്തിന് എഴുന്നള്ളിച്ച് വരുമ്പോൾ ഒരു പയ്യൻ പഴം കൊടുക്കട്ടെ എന്ന് ചോദിക്കും. പക്ഷെ പറയും പഴം വേണ്ട, കൊടുക്കാൻ നിൽക്കാൻ പറ്റില്ല എന്ന് പാപ്പൻ പറയും. അല്ല സോറി, ഏലിയൻ്റെ ഉടമ പറയും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വഴക്കും തിക്കും തിരക്കാണ് കഥ അവതരിക്കുന്നത്. അത് ഫുൾ ഫൈറ്റാണ് സാറേ വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വരും. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് കുൽക്കിങ് കാര്യങ്ങളൊക്കെ വന്ന് പൊട്ടും. സാറിന് ഈ കുട്ടീനെ അറിയൂ? ഏത് കുട്ടി? ഈ വാട്സപ്പിൽ ഈ DP ഉള്ള കുട്ടീനെ. നിനക്കെങ്ങനെ അറിയാം കുട്ടിയെ? എൻ്റെ ഫ്രണ്ട് അല്ലേ, ബെസ്റ്റിയാ. ഇതോ? ആ, സാറിന് എങ്ങനെ അറിയാം? അല്ല നിനക്കെങ്ങനെ അറിയാം? ഇപ്പോൾ എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം സാറേ. സാറിന് അറിയാമായിരിക്കില്ലേ? നിന്റെ നല്ല ഫ്രണ്ടാ? നല്ല ഫ്രണ്ടാ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ടാ. ഈ ഓട്ട് പാത്രമൊക്കെ മാറ്റിയിട്ട് ഒരു സ്വർണ്ണമോതിരം മേടിച്ചിട്ടുണ്ടായോ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതി നിനക്ക്. അതൊക്കെ ഇടണം സാറേ. ഈ പടമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് തെറ്റാവുന്ന കാര്യം ഇത് വേണം. ഈ കുട്ടി എങ്ങനെ അറിയാന്ന് പറഞ്ഞേ? കുട്ടി എൻ്റെ ഒരുമിച്ച് ഒപ്പം പഠിച്ചതാണ്. അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. സാറിന് എങ്ങനെ അറിയാം സാറേ? എനിക്കോ? ആ, ഞാനൊരു 15 മിനിറ്റ് മുന്നേ തിരികെ എന്നൊരു ആപ്പിനകത്ത് മെസ്സേജ് അയച്ചതാണ്. തിരികെ നിന്റെ കൂട്ടുകാരി എന്നല്ലേ പറഞ്ഞു? അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അറിയാതെ 1-2 മെസ്സേജ് അയച്ചായിരുന്നു. അവൾ പറയുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ പെണ്ണുപിള്ളയുടെ എന്തൊക്കെയോ ബന്ധം പറയുന്ന അവസാനം എൻ്റെ പെണ്ണുപിള്ളി അറിയാം. അത്രേ ഉള്ളൂ. അല്ല നിനക്കിനി എൻ്റെ പെണ്ണുപിള്ളി അറിയോ? അല്ല സാർ, പെണ്ണുപിള്ള പേരെന്താ? ഭാവന അല്ല ശോഭന? അല്ല എനിക്കറിയില്ല സാർ. അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവളിവിടെ വരരുത്, എന്നെ നാണം കെടുത്തരുത്. ഇതാണ് നമ്മുടെ മെയിൻ അജണ്ട. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പടം ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവളോട് വരാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അല്ല, എൻ്റെ ഈ കഥ ഒന്ന് പടം പ്രൊഡ്യൂസ് ചെയ്യണം സാർ. നീ പറഞ്ഞ സ്റ്റാലിൻ പഴം തിന്നാ ചെന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ്? പഴം ഏലിയന് പഴം കൊടുക്കുന്നു. ഏലിയന്? ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതും തടഞ്ഞു നിർത്താം. അവൾ ഞാൻ പറഞ്ഞ് കേൾക്കും. ഞാൻ പറഞ്ഞില്ല സാറേ, എൻ്റെ ബെസ്റ്റിയാ. ഏലിയന് പഴം കൊടുത്ത് ചെന്ന് കൊടുക്കും? ഏലിയന് പഴം കൊടുക്കാൻ വരുമ്പോൾ വേറെ ആളെ തടഞ്ഞു നിർത്തും. അത് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല പറയും. ആന ഓൾറെഡി 2 കിലോ പഴം കഴിച്ചതെന്ന് പറയും. ഇനി കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഗർഭിണിയെ പോലെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്, അല്ല സോറി, ഏലിയൻ ഗർഭിണിയെ പോലെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. സാറ് മനസ്സിലായല്ലോ കഥ എന്താണെന്ന്? കൂടുതലൊന്നും പറയാമല്ലോ സാർ. അതൊന്നും ചെയ്യുന്നത് സൈഫൈ. നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ ഒരു സാധനം നോക്കുന്നേ, വെറൈറ്റി ആയിട്ടുള്ള. നിന്റെ പടം ഇനി നിന്റെ പടങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുന്നേ ഇവിടെ ലോക്ക് സാധനങ്ങൾ മനസ്സിലായോ? നീ മറ്റേ അടുക്കള ചെന്ന് അഡ്വാൻസ് പഠിച്ചു. അല്ല മറ്റേ റിസപ്ഷനിൽ ചെന്നേച്ചേ, നാളെ അവിടെ ഇരിപ്പുണ്ട്. അവനെ അഡ്വാൻസ് പഠിച്ചു പോന്നി. സാറിന് ഉറപ്പ്? സാറ് ഇത് അപ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. സാറിന് എന്തായാലും ഇഷ്ടപ്പെടും, അറിയാലോ. ഓക്കെ ശരി, അപ്പോൾ കാണാം. താങ്ക് യു. ഓക്കെ ബൈ. ശരി. രക്ഷപ്പെട്ട് ഭാഗ്യമുള്ളോണ്ടാ. പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്നാ ഒരു പാട്ട് പാടി അവിടെ ഇമ്പ്രസ് ചെയ്യണം. എന്തേ ഇന്നും വന്നില്ല മോഹം കാണാത്ത പെൺകുട്ടി, നിന്നെ ഞാൻ കെട്ടും രണ്ടാമത് എൻ്റെ പെൺകുട്ടി. എന്താണ് എങ്ങനെയുണ്ട്? നിന്നോട് ഞാൻ ശവന്തീനി കളറല്ലേ പറഞ്ഞേ? എന്താക്കണം ആപ്പൊക്കെ ആണെങ്കിൽ ഇതേ കിട്ടിയുള്ളൂ. എടാ നീ വേണേലേ ഒരു കൊറിയൻ ലുക്കൊക്കെ പിടിക്കുക. പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കൊറിയൻ ലുക്ക്. ഓ എനിക്ക് ആ കണാപ്പ് ലുക്കൊന്നും ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇവിടെ ഒരു പെൺകൊച്ചു വന്നായിരുന്നോ? ആ ഒരു സുന്ദരി കൊച്ച്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു വന്നായിരുന്നു. വന്നായിരുന്നോ? എന്നാ കാര്യം? എപ്പോൾ വന്നാ? അതിപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി പോയിട്ട്. എന്നാ കാര്യം എന്നാ? അല്ല ചോദിച്ചോ? അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. അല്ല ഒന്ന് അതിൻ്റെ ഫോൺ നമ്പർ അഡ്രസ്സ് ഡീറ്റെയിൽ തന്നിട്ടാണോ പോയത്? നിനക്കറിയത്തില്ലേ ഞാൻ സ്ത്രീകളോട് ഫോൺ നമ്പറും ഇതൊന്നും വാങ്ങിക്കത്തില്ലെന്ന്. അത് വണ്ടിക്കാണോ വന്ന്? എടാ ഞാൻ അതൊന്നും ശ്രദ്ധിക്കത്തില്ലടാ. എന്നാലേ ഞാൻ ഇപ്പം വരാം കേട്ടോ. ഞാനേ അല്ല എടാ എന്താ കാര്യം പറഞ്ഞു? ഞാനും വരാം. അല്ല എനിക്ക് കവല വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഇപ്പം നീ സൂഹിക്കണ്ട. അവളെ എൻ്റെ പെണ്ണ, അവളെ ഞാൻ വിളിക്കും. എന്തേ ഇന്നും വന്നില്ല എൻ്റെ കൊച്ചു സുന്ദരി. യെസ്, ഞാൻ വിചാരിച്ച പോലെ തന്നെ. എടാ ഞാൻ പറഞ്ഞില്ലേ, എടാ അവന്മാരെ ആ വലയിൽ വീഴും. അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല ഞാൻ ചെയ്തത്. എടാ ഞാൻ ഉണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ടിൽ കയറി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ഇപ്പോൾ സഹായം ചോദിച്ച് നിൽക്കുക. എന്തായാലും പടം ഓണായി, എനിക്കത് മതി. ഓക്കെ ശരിടാ.